ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ആസ്തൻ വില്ലയുടെ വില്ലൊടിച്ചിട്ടുണ്ട്. നിലവിൽ ആഴ്സണൽ അത്രയും ഗംഭീര കളി തന്നെയാണ് അവർ സെക്കൻഡ് ഹാഫിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ടോപ്പ് ക്ലാസ് ആയിട്ട് തന്നെ കളിച്ചു. എന്താ പറയുക, 4-1 ഒരു വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. അവരുടെ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതെല്ലാം മറികടന്ന് ആർട്ടറ്റയും പിള്ളേരും എന്താ പറയുക, ഒരു പൊളിച്ചടുക്കി എന്ന് പറയാം. പ്രത്യേകിച്ച് ആ ഒരു സെക്കൻഡ് ഹാഫിൽ അവർ ആ ഒരു കളി എടുത്ത് പറയേണ്ടതാണ്. വില്ലയുടെ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് ഉണ്ടായിരുന്നു, നമ്മൾക്കറിയാം 11 കളിയുടെ. അതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. എല്ലാവരും അടിച്ച പോലെ തന്നെ ആർട്ടറ്റിനെ അടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ആർട്ടറ്റ നൈസായിട്ട് തിരിച്ചടിച്ചെന്നുള്ളതാണ്. ഒരു ഗംഭീര കളി തന്നെ കളിച്ച് തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ബ്രില്യൻസ് ആയിരുന്നു ആർട്ടറ്റയുടെ. സോ നല്ല രീതിയിൽ തന്നെ ആഴ്സണൽ കളിച്ചു. അവർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോണത്. നിലവിൽ കുറച്ച് കളികളൊക്കെ നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ആഴ്സണലിനെ. അതെല്ലാം അവർ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. അത്രയും ഗംഭീര കളി തന്നെ പുറത്തെടുത്തു. 4-1 ഒരു വിജയം നിസ്സാര കാര്യമല്ല. മെഗ്ലസിന്റെ ഗോളായിരുന്നു ആദ്യത്തെ. ആളുടെ തിരിച്ചുവരയിൽ ആള് ഗംഭീരമായിട്ട് തന്നെ കളിച്ചെന്ന് പറയാം. അത്രയും ഒരു കിടിലം പെർഫോമൻസ് ആൾ കാഴ്ചവെച്ച്. പിന്നെ മാർട്ടിൻ സുബമെൻഡിയുടെ ഓവറോൾ ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. ആളുടെ ഗോളാണെങ്കിലും ഒരു കിടിലം കളി തന്നെ ആൾ കളിച്ചു. ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒഫൻസീവ്ലി ആണെങ്കിലും ആൾ ആ ഒരു കിടിലൻ ഒരു കളി കളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഗോള് അത്യാവശ്യം ബ്രില്യൻ്റ് തന്നെയായിരുന്നു. ഓഡേഗാർഡിന്റെ ആ ഒരു പാസ് ആണെങ്കിലും എടുത്തു പറയേണ്ടായിരുന്നു. ഒരു കിടിലം ഫിനിഷ് തന്നെയായിരുന്നു സുബമെൻഡിയുടെ ഭാഗത്തുനിന്ന്. ആളെ കിട്ടിയത് എന്താണ് പറയാ, ഒരു ആഴ്സണലിന്റെ ഒരു ഭാഗ്യം എന്ന് പറയാം. കാരണം അത്രയും കിടിലം പെർഫോമൻസ് ആൾ കാഴ്ചവെച്ചിട്ടുണ്ട് ടീമിന് വേണ്ടിയിട്ട്. കളി നന്നായിട്ട് തന്നെ ആൾ കൺട്രോൾ ചെയ്യും, നമുക്കറിയാം. പ്രസ് റെസിസ്റ്റന്റ് ആണ് ആള്. അത്യാവശ്യം ഓടി നടന്ന് ബോളൊക്കെ വെച്ച് ആള് ഓപ്പോണന്റിന്റെ എന്താ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ചെയ്യുന്ന കളി കളിപ്പിക്കും. പിന്നെ ഓഡേഗാർഡിന്റെ അസിസ്റ്റ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ട്രൊസാർഡിന്റെ. നമുക്കറിയാം നിസ്സാര പൈസക്ക് ബ്രൈറ്റണിൽ നിന്ന് വന്നൊരു പ്ലെയറാണ്. പക്ഷെ ആ ഒരു കളിയല്ല ആൾ ഇപ്പം നിലവിൽ ആഴ്സണലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ടോപ്പായിട്ടാണ് ആൾ കളിക്കണതെന്ന് പറയാം. ഒരു ബ്രില്യൻ്റ് ആണ് ആള്. അത്രയും ക്ലാസ് കളി തന്നെയാണ് ആഴ്സണലിന് വേണ്ടി നിലവിൽ കളിക്കുന്നത്. ഈ ഒരു സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാം, 31 വയസ്സുള്ള ഒരാളുടെ കളിയല്ല ആൾ കളിക്കണം. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ആൾ ടോട്ടലി ടീമിനെ സപ്പോർട്ട് ചെയ്യണത്. അത്രയും കിടിലനായിട്ട് തന്നെയാണ്. ആളുടെ ഗോളാണെങ്കിലും ഒന്നും പറയാനില്ലായിരുന്നു, എടുത്തു പറയേണ്ട കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ആ ഒരു ആംഗിളിൽ നിന്ന് അടിക്കാന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. ഒരു ചാൻസും മാർട്ടിനസിന് കിട്ടിയില്ല എന്നുള്ളതാണ് അത് തടയാനായിട്ട്. കാരണം അത്രയും ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ജീസസിന്റെയും ഒരു സെയിം ഗോൾ തന്നെയായിരുന്നു, നമ്മൾ കണ്ടാണ്. ആളുടെ ഫിനിഷിങ് അതുപോലെ തന്നെ ആയിരുന്നു. ആളുടെ ആ ഒരു കംബാക്കിന് ശേഷം ആ ഒരു ഗോൾ ഒരു കിടിലൻ ഗോളായിരുന്നു. സെയിം തന്നെയായിരുന്നു ആളുടെ ഒരു ഫിനിഷിങ്. ജീസസിന്റെ ഒരു കംബാക്ക് മൂവ്മെന്റിൽ ആളുടെ ആ ഒരു ജേഴ്സിയുടെ ഇതൊക്കെ നമ്മൾ കണ്ടാണ്. സോ ആളുടെ ഒരു കംബാക്കിൽ അത്യാവശ്യം നല്ല കളി തന്നെ ആൾ കളിച്ചു എന്ന് പറയാം. ആഴ്സണലിന്റെ ഈ ഒരു എമിറേറ്റ്സിൽ ആഴ്സണൽ തോറ്റിട്ടില്ല. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് അവർ നിലവിൽ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എത്രയും ബ്രില്യൻ്റ് തന്നെയാണ്. പിന്നെ ഒരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ല എന്നല്ല, ഒട്ടും പോരാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ഗോയ്ക്രിസിന്റെ. ഇതൊട്ടും ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. ആളുടെ ഒരു യാതൊരു തരത്തിലുള്ള ഒരു പെർഫോമൻസും ഇല്ലായിരുന്നു ആ കളിയിൽ. ഏറ്റവും വേസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ പിന്നെ ഒരു ആശ്വാസ ഗോൾ നേടിയത് നമുക്കറിയാം, ആസ്റ്റൺ വില്ലയുടെ വോക്കിൻസ് ആണ്. ആളെ ബിഗ് ടീമിനെതിരെ അത്യാവശ്യം ഗോൾ അടിക്കുന്ന കൂട്ടത്തിലാണ്. ആ ഒരു ഗോളായിരുന്നു ആളടിച്ചതും. അതും ഇഞ്ചുറി ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കംബാക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂലായിരുന്നു. 2-3 ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് സാലിബയാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിയമരിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നിലവിലെ ആസ്റ്റൺ വില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ആൾ അത്രയും ടോപ്പായിട്ട് തന്നെയാണ് ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എല്ലാ കളിയും അത്യാവശ്യം ജയിച്ചതാണ്. ആ ഒരു വിന്നിങ് സ്ട്രീക്ക് മാറി, എന്നാലും ടോപ്പ് തന്നെയാണ് ആള്. 3-ാം സ്ഥാനത്തുണ്ട്. അങ്ങനെ ആഴ്സണൽ 1-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്ക് ടു ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയും കിടിലം പെർഫോമൻസ് തന്നെയാണ് ഇപ്പൊ നിലവിൽ ആഴ്സണൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്.